ഞാൻ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയല്ല, അതുകൊണ്ട് എനിക്കറിയില്ല. കത്തയക്കുമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ചോദിച്ചിരിക്കുന്നു, ഈ ഫണ്ടിന്, അതായത് രൂപയുടെ കളറെല്ലാം ഒന്ന് തന്നെയല്ലേ, അതിന് കാവി കളറല്ല നമ്മുടെ കയ്യിലെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഫണ്ടിന് എങ്ങനെയാണ് കാവി കളറ് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഇവിടെ വളരെ ലോകം കീഴടക്കിയ രീതിയിൽ ഞങ്ങൾ NEP നടപ്പിലാക്കില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് 2023 ജൂൺ മാസം 5-ാം തീയതി മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ ഇത് നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ആഗോള സിലബസാണ്, അതായത് NEP അല്ല, ആഗോള സിലബസാണ്, അത് ഇങ്ങോട്ട് വിദേശ വിദ്യാർത്ഥികൾ വരേണ്ടതിന് വേണ്ടിയാണെന്നാണ്. നമുക്കറിയാം, ഈ 4 ഇയർ കോഴ്സ്, അതായത് ഈ ഡിഗ്രിയുടെ 4 ഇയർ കോഴ്സ് ഓണേഴ്സ്, അത് നമ്മുടെ NEPയുടെ ഭാഗമാണ്. അതിൽ 75% കിട്ടുന്ന കുട്ടിക്ക് നേരിട്ട് റിസർച്ചിന് പോകാം. 75% കിട്ടിയില്ലെങ്കിൽ ഒരു വർഷം പോസ്റ്റ് ഗ്രാജുവേഷൻ, അതിൽ 55% റിസർച്ചിന് പോകാം. അതായത് ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് 4+1+3 ആണ്. അതിവിടെ നടപ്പിലാക്കിയിട്ട് അത് ആഗോള സിലബസാണ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെയും പറഞ്ഞു, അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ അത് വരുന്നുണ്ടെന്ന്. അപ്പോൾ അതുപോലെയൊക്കെ ഇത് നടപ്പിലാക്കാമല്ലോ. ഇത് ചൈനയിലെ സിലബസ് ആണെന്നോ ഒക്കെ പറഞ്ഞിട്ട് NEP നടപ്പിലാക്കിയാൽ പോരെ. എന്തിനാണ് ഈ കാപട്യം? ഈ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇതിന്റെ നഷ്ടം. നിങ്ങൾക്കറിയാം, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ സർക്കാർ പറയുമായിരുന്നു, കണ്ടില്ലേ ഞങ്ങളുടെ സ്കൂളുകൾ, ഞങ്ങൾ വന്നിട്ടാണ് 1000 കോടി രൂപയാണ് ഓരോ വർഷവും കൊടുത്തുകൊണ്ടിരുന്നത്. ഏറ്റവും അവസാനം 2022-23 1071 കോടി രൂപ കേന്ദ്രം കൊടുത്തു. അത് ആർക്കാണ് കിട്ടുന്നത്? അത് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ മക്കളാണ് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നത്, അവർക്കാണ് അതിന്റെ ഗുണം കിട്ടുന്നത്. കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ഇതിന്റെ രണ്ടിന്റെ ആനുകൂല്യവും കിട്ടാൻ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അവകാശമുണ്ട്. അത് തടയാൻ ഇവർക്കെന്താണ് അവകാശം? ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ 2 സർക്കാരുകളും വന്നത് കേരളത്തിലെ ജനങ്ങൾ ഉൾപ്പെടെ തിരഞ്ഞെടുത്തിട്ടാണല്ലോ നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ പാവപ്പെട്ട വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയാണ്. അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടില്ല. തൊട്ടടുത്ത സ്കൂളിൽ പോകുന്ന കേന്ദ്ര സിലബസ് പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്ക് ഈ സിലബസിന്റെ അടിസ്ഥാനത്തിൽ ഗുണം കിട്ടും. എന്താണ് ഗുണം? അത് തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞ പോലെ 6-ാം ക്ലാസ് മുതൽ ഇതിനെപ്പറ്റിയുള്ള ഒരു ബോധം കുട്ടികൾക്ക് കൊടുക്കും. 6-ാം ക്ലാസ്സിൽ എന്തെങ്കിലും തൊഴിലെടുക്കുകയല്ല, അവർ കണ്ടിട്ട് അത് എഴുതി വെക്കും. എന്താണ്, എങ്ങനെയാണ് മാനുഫാക്ചറിങ്, ഉൽപാദനം എന്നൊക്കെയുള്ളത്. അത് കാർഷിക മേഖലയിലുമാകാം. 9-ാം ക്ലാസ് മുതൽ അവർക്ക് സ്കിൽ ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ ആ 9-ാം ക്ലാസ് തൊട്ട് +2 കഴിയുന്ന അവസരത്തിൽ സ്വയം തൊഴിൽ കണ്ടെത്താനോ ജോലി ചെയ്യാനുള്ള സ്കിൽ അവർക്ക് കിട്ടും. അതെന്തിനാണ് ഇവർ തടയുന്നത്? അതിൻ്റെ അകത്ത് എങ്ങനെയാണ് സ്കിൽ ട്രെയിനിങ്ങിൽ എങ്ങനെയാണ് ഈ കാവ്യ വരുന്നത്? മാത്രമല്ല, കരിക്കുലം സംസ്ഥാന സർക്കാരിന് നടപ്പിലാക്കാം. 1976 വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. കൺകറന്റ് ലിസ്റ്റിൽ വന്നപ്പോൾ അടിയന്തരാവസ്ഥയായിരുന്നു. അതിനുശേഷം അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം സുപ്രീം കോടതിയിൽ അനേകം കേസുകളുണ്ട്. ആ കേസുകളിലെല്ലാം സുപ്രീം കോടതി പറഞ്ഞത് കരിക്കുലം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ് നടപ്പിലാക്കേണ്ടത്. സംസ്ഥാന SCERT ആണ്. NERTയുടെ ഒരു സിലബസ് കിട്ടും. അതൊരു ഔട്ട്ലൈൻ മാത്രമാണ്. അത് എന്ത് ഉൾപ്പെടുത്തണം? ഞാനൊരു ഉദാഹരണം പറയാം. ഈ കയർ ഉൽപാദനം, അത് കേരളത്തിലല്ലേ പഠിക്കുന്നത്, കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. പക്ഷേ ആപ്പിളിൽ നിന്ന് വൈനുണ്ടാക്കുന്നത് അത് കാശ്മീരിലെ കുട്ടികളല്ലേ പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് സിലബസിൽ മാറ്റം ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ കരിക്കുലം വരും. അതിൻ്റെ അകത്ത് എങ്ങനെ മാറ്റം, ആർക്കെങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകളല്ലേ. അതിൻ്റെ അകത്ത് എന്തിനാണ് ഈ കുട്ടികളെ, പാവപ്പെട്ടവന്റെ കുട്ടികളെ വഞ്ചിക്കുന്നത്, തകർക്കുന്നത്?
ആ സർക്കാർ സ്കൂളുകളെല്ലാം നോക്കിക്കോ ഇനി തകരാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പാവപ്പെട്ടവന്റെ മേൽ ഉള്ള ഒരു കടന്നുകയറ്റമാണ്. അധികാരത്തിന്റെ ഗർവ് അടിച്ചേൽപ്പിക്കുകയാണ്, പാവപ്പെട്ടവന്റെ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. അതെ അതെ, നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോ. 2023 ജൂൺ മാസം 5-ാം തീയതി മുഖ്യമന്ത്രി നേരിട്ട് എല്ലാ വൈസ് ചാൻസലർമാരെയും വിളിച്ച് ചേർത്തു. അതിലേതാനും സർവകലാശാലകളിൽ അന്ന് തന്നെ തുടങ്ങി, ആ വർഷം തന്നെ തുടങ്ങി. ബാക്കിയുള്ളിടത്ത് ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക, എല്ലായിടത്തും ആയി. അത് ഞാൻ മനസ്സിലാക്കുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അത് ആഗോള സിലബസ് ആണെന്നാണ് പറഞ്ഞത്. അല്ലെന്ന് കേന്ദ്ര സിലബസ് ആണെന്നേ, അത് കേന്ദ്രത്തിലെ NEP സിലബസ് ആണ്, അതിന് ആഗോള സിലബസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇത് ചൈനയിലെ സിലബസ് എന്ന് പറഞ്ഞാൽ പോരെ, പാവപ്പെട്ട കുട്ടികൾക്ക് അതിന്റെ ഗുണം കിട്ടില്ലേ? അതാ ഞാൻ ചോദിച്ചത്. ഇനിയിപ്പോ നരേന്ദ്രമോദിയെ പറ്റി പറയാൻ പറ്റില്ല, കേന്ദ്ര സർക്കാരിനെ പറ്റി പറയാൻ പറ്റില്ലെങ്കിൽ അവർ വേറെ എവിടുത്തെയാന്ന് പറയട്ടെ. എന്താണെങ്കിലും അവർ ഒപ്പുവെച്ചതല്ലേ. കഴിഞ്ഞ വർഷം തന്നെ 2023 ഹയർ എഡ്യൂക്കേഷൻ തുടങ്ങി, 2024 അവർ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. ഇപ്പൊ പഠിക്കാതെ അല്ലല്ലോ, ഒപ്പുവെക്കുകയും ചെയ്തു. അപ്പൊ ഒപ്പുവെച്ച ഒരു സർക്കാർ പിന്മാറുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും എഗ്രിമെന്റ് ഒപ്പുവെച്ച അത് കത്ത് കൊടുത്താൽ മതി. സാധാരണക്കാരന് മനസ്സിലാകുന്നതല്ലേ എഗ്രിമെന്റ് വെക്കുന്നത്. വെറുതെ കത്ത് കൊടുക്കുക, അല്ലെ ചെന്നിട്ട് ഇനി എനിക്ക് പറ്റിയല്ല എന്ന് പറയുന്ന പോലെയല്ലേ. കത്തിന് കടലാസിന്റെ വിലയല്ലേ ഉള്ളൂ. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കുന്ന പോലെയുള്ളൂ, അതിന് കടലാസിന്റെ വിലയേ ഉള്ളൂ. അപ്പൊ അത് കത്ത് കൊടുക്കും. അത് മാത്രമല്ല, കൊട്ടിഘോഷിക്കുന്നു, ഇന്റർനാഷണൽ ന്യൂസ് ആക്കുന്നു, ഇന്ത്യയിൽ മുഴുവൻ വിളിച്ചു പറയുന്നു. അപ്പൊ അത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കും, എനിക്കറിയില്ല. അതാണ് ഇതിന്റെ അവസ്ഥ. കേന്ദ്രം നൽകാമെന്ന് പറഞ്ഞ SSK ഫണ്ട് അല്ല, എനിക്കറിയില്ലെന്നേ. അത് അവരെയാണ് ഇത് പ്രഖ്യാപനം നടന്നല്ലോ. അതായത് NEP ഈ നമ്മുടെ സമഗ്ര ശിക്ഷാ അഭിയാൻ NEPയുടെ കീഴിലാണ്. എല്ലാ പദ്ധതികളും ഇപ്പൊ NEPയുടെ കീഴിലാണ്. അത് കാരണം ഇതെല്ലാം കണ്ടിന്യൂസ് ആണല്ലോ നടപ്പിലാക്കുന്നത്. അപ്പൊ അത് അല്ല, അത് സർക്കാർ പറയട്ടെ, സർക്കാർ ഇതുപോലെ പറയട്ടെ, ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു, ഇതാ കാവിപ്പണം ഞങ്ങൾ നിരസിച്ചിരിക്കുന്നു, കേന്ദ്രം തരുന്ന കാവിപ്പണം ആദ്യ ഗഡുവായിട്ട് കേന്ദ്രം ബുധനാഴ്ച നൽകുമെന്നാണ് അറിയിച്ചത്. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് ചോദിക്കണം. അത് മാത്രമല്ല, ഇപ്പൊ തന്നെ വിളിച്ചു പറയണം കാവിപ്പണം ഞങ്ങൾക്ക് വേണ്ട. കാരണം രൂപയുടെ കളറെല്ലാം കാവ്യാണല്ലോ അവിടുന്ന് വരുമ്പോൾ. ഇവിടുത്തെ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇതാണല്ലോ. പദ്ധതി മരവിപ്പിക്കാൻ കത്തയച്ചുകൊണ്ടായിരിക്കും ആ ഫണ്ട് തടഞ്ഞത്. കത്തയച്ചോന്ന് എനിക്കറിയില്ല. കത്തയക്കാനുള്ള തീരുമാനം അറിയിച്ചു കാണുമായിരിക്കുമല്ലോ. അത് മാത്രമല്ല, ഇതിപ്പോ ഗ്ലോബൽ വില്ലേജ് അല്ലേ, ഇത് കേന്ദ്ര തലത്തിൽ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ സംസ്ഥാന സർക്കാരാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. ഈ കാപട്യം ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കുട്ടികളുടെ ഭാവിയാണ്, നമ്മുടെ ഒന്നും ഭാവിയല്ല. കുട്ടികൾ ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെന്ന് പറയുന്നത് അവരൊരു 15 വർഷം കഴിയുമ്പോഴത്തെ പൗരന്മാരാണ്. അവരുടെ അവകാശം നിഷേധിക്കാൻ നമുക്കെന്താ അവകാശം? കാരണം 2 സർക്കാരുകളെയും ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഉടനെ തന്നെ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുക, കാവിപ്പണം ഞങ്ങൾ സമഗ്ര ശിക്ഷാ അഭിയാന്റെ കാവിപ്പണം ഞങ്ങൾ നിഷേധിച്ചിരിക്കുന്നു എന്ന് പറയട്ടെ. അതല്ല നല്ലത്.